ഹായ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് മൈദമാവിൻ്റെ ലൈറ്റായിട്ടുള്ള ദോശ, കനം കുറഞ്ഞ ദോശ ഉണ്ടാവും. മൈദമാവിൽ ഒരു മുട്ടയും ചേർത്ത് മൈദപ്പൊടി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് ദോശമാവിൻ്റെ പരുവത്തിലിട്ട് ചുട്ടെടുക്കണം. ഇതൊരു 5 പീസുണ്ട്. അത് കഴിഞ്ഞ് ചിക്കൻ മസാല ചേർത്ത് ഞാൻ വെച്ചിരിക്കുക. ചിക്കൻ ഇങ്ങനെ മസാല ചേർക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഈ പപ്സൊക്കെ ഉണ്ടാക്കാൻ എടുക്കത്തില്ല, അതുപോലെ. പിന്നെ മുട്ടയാണ് പുഴുങ്ങി എൻ്റെ റൗണ്ടായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 4 മുട്ട ഞാൻ എടുത്ത് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ചീസ് ചേർക്കണമെങ്കിൽ ചേർക്കാം. പിന്നെ ഈ മിക്സർ പോലത്തെ ചീപ്സ് ഉണ്ടല്ലോ, അതും നമുക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പം ഞാനിത് റെഡിയാക്കാൻ പോവുകയാണ്. ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു മൈദ ദോശ എടുത്ത് നമ്മുടെ മുട്ടയിൽ മുക്കണം. കണ്ടോ, ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് നമ്മൾ ഈ പാൻ ഞാനൊരു എണ്ണ ചൂടാക്കിയിട്ട് ഓഫാക്കി വെച്ചിരിക്കും കേട്ടോ. ഇത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചൂടാക്കും. ഇതേപോലെ വെക്കണം. കണ്ടോ, ഇനി നമ്മളതിനകത്ത് ചിക്കൻ്റെ മസാല വെക്കും. ഞാൻ കൈ കൊണ്ട് തന്നെ എടുത്ത് വെക്കും കേട്ടോ. നമ്മുടെ വീട്ടിൽ കഴിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് തന്നെ എടുത്ത് വെക്കുന്നത്. സ്പൂൺ വെച്ചെടുക്കുമ്പോൾ ഇത്ര നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കൈയെല്ലാം ഞാൻ നല്ല വൃത്തിക്ക് കഴുകി അതിൻ്റെ നടുക്ക് വേണം ഇച്ചിരി കുറച്ച് ദോശയുടെ ഈ മാവിൻ സൈഡ് ഇങ്ങനെ വെട്ടി വെച്ചിരിക്കണം കേട്ടോ, ഇല്ലെങ്കിലേ ശരി പുറത്തു പോകും. വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുട്ട റൗണ്ട് കഴിഞ്ഞപ്പോൾ മഞ്ഞക്കുരുവൊക്കെ വേറെ രീതിയിൽ പോയി. നിങ്ങളറിയുമ്പോൾ ചിലപ്പോൾ നന്നായിട്ടൊക്കെ കിട്ടുമല്ലോ കേട്ടോ. ഇങ്ങനെ വെക്കണം. കുറച്ച് മഞ്ഞക്കരു ഞാൻ ഇങ്ങനെ വിതറുന്നേ ഉള്ളൂ. എനിക്ക് മഞ്ഞക്കരു എല്ലാം അതിൽ നിന്ന് വിട്ട് പോയിട്ടാണ് ഉള്ള സത്യം പറയാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചീസ് വെക്കണം. അത് കഴിഞ്ഞ് ഒരു ദോശ വെക്കണം. മുട്ട തേക്കുന്ന ആൾക്കാണെന്നുണ്ടോ, ഇതുപോലെ എൻ്റെ മേലിൽ വെക്കണം. കണ്ടോ, ഫില്ല് ചെയ്ത് ഒരെണ്ണം നല്ലതുപോലെ അതിൽ കവർ ചെയ്തെടുത്ത്. കണ്ടോ, അതിന് ശേഷം കുറച്ച് മുട്ടയുടെ മഞ്ഞക്കരി വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാൻ നോക്കാം കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്ന, ചിക്കൻ ഫില്ലിങ് വെക്കുന്നു. ചിക്കൻ ഫില്ലിങ് വെക്കുന്നു. ചിക്കൻ ഫില്ലിങ് വെച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതുപോലെ തന്നെ നമ്മൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടി ചേർന്നത്. ഞാൻ മുട്ടയുടെ വെള്ളം എന്ന് പറഞ്ഞത് മനസ്സിലായില്ല, എൻ്റെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോയി. മോളിടയ്ക്കിടയ്ക്ക് മഞ്ഞക്കറി എടുത്ത് തിന്നുന്നുണ്ട്. ഇനി നമ്മുടെ ചീസ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എങ്കിലും ഈ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴേ ചീസ് അതിനകത്ത് ഇങ്ങനെ ഇത് കടിച്ച് തിന്നുമ്പോഴേ നമ്മൾ മുറിച്ച് വെന്ത് കട്ട് ചെയ്തിരിക്കുമ്പോൾ ചീസ് അതിനകത്തുനിന്ന് വരുമ്പോൾ നല്ല രസമാണ്. കുട്ടികൾക്കത് ഭയങ്കര ഇഷ്ടപ്പെടും. എന്നാണ് ചീസ് വെക്കുന്നത്. ചീസ് വെച്ചില്ലെങ്കിലും മിക്കുള്ളവരും ചീസൊന്നും വെക്കാറില്ല കേട്ടോ. വെക്കണമെങ്കിൽ വെച്ചാൽ മതി, വെച്ചില്ലേലും ഇത് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത്
ഞാനിപ്പോൾ ഇളക്കി എടുത്തിട്ട് വേറൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് കാണിക്കുക. ഇത് കണ്ടില്ല, അതിനകത്ത് ഒരു ലേശം എണ്ണ ചൂടാക്കി ഇനി തിരിച്ചിടുവാണ് ഇത് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഓഫ് ചെയ്ത് ലേശം കഴിഞ്ഞതിന് ശേഷം ഇത് തിരിച്ചിടാവും, ഇല്ലെങ്കിൽ എണ്ണ മുഖത്ത് തെറിക്കും കേട്ടോ. ഇങ്ങനെയാണ് ഇത്. അങ്ങനെ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് ഇതിനകം ഇരിക്കുന്നതെന്നുള്ളത്. നല്ല ചൂടുണ്ട്. ചൂടായതുകൊണ്ട് കട്ട് ചെയ്യാൻ പാട്. കണക്കല്ല. കട്ട് ചെയ്യാൻ പാട്. ഇത് കണ്ട, ഇങ്ങനെയാണ് ഇതിനകം ഇരിക്കുന്നുണ്ടോ. സൂപ്പറാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവരും കട്ട് ചെയ്ത് കാണിച്ചാൽ നമ്മളിതിപ്പോൾ കഴിക്കത്തില്ല, കുറച്ച് നേരം കഴിഞ്ഞേ കഴിക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ.